ഹായ് നമസ്കാരം, ഞാൻ അൻമോളാണ്. കൊമക്സ് ടി വിയിലെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക, ആ ബെൽ ബട്ടണും കൂടെ അമർത്തുക. ലൈക്ക്, ഷെയർ ആൻഡ് സപ്പോർട്ട് ചെയ്യുക. എന്ത് അബിയില്ലേ? അവിടെ എവിടെയെങ്കിലും കാണും. കാര്യം എന്ത്? അവൻ വരാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്തിന്? ഒരു സിനിമയ്ക്ക് പോവാൻ വേണ്ടി. നിനക്കിങ്ങനെ കൂട്ടുകാരൻ്റെ ഓസിന് ജീവിക്കുന്നതൊക്കെ നാണമില്ലേ? നിനക്ക് വേണ്ടി എത്ര രൂപയാണ് അവൻ ചിലവാക്കണമെന്ന് അറിയാമോ ഒരു മാസം? ആണുങ്ങളല്ലേ കുറച്ചെങ്കിലും ഉളുപ്പ് വേണം. അപ്പം നിങ്ങൾ തമ്മിലുള്ള പ്രശ്നം തീർന്നു. നമ്മൾ തമ്മിൽ പല പ്രശ്നങ്ങളും കാണും, അതിൽ നീ ഇടപെടേണ്ട ഒരാവശ്യമില്ല. പറഞ്ഞു മനസ്സിലായാ? പിന്നെ ഒരു കാര്യം, ഈ അബിയെ കൊണ്ടുള്ള രാത്രിയുള്ള കറക്കമുണ്ടല്ലോ, ഈ ബീച്ചിൽ പോക്കും പാർക്കിൽ പോക്കൊക്കെ, അത് നിർത്തിക്കൊള്ളണം. ആ, ഞാൻ ഇവിടെ തനിച്ചുള്ളത്, അത് നിനക്കറിയോ? അത് നിർത്തി, ഉറപ്പായിട്ടും നിർത്തി. ഒരിടത്തും പോകത്തില്ല. അവൻ ഇതുവരെ വന്നേലും എന്തായാലും അവനൊന്ന് കണ്ടിട്ട് പോവാ. അല്ല, ഞാൻ അങ്ങോട്ട് ഇപ്പൊ ഞാൻ വന്നെന്ന് പറഞ്ഞേക്കണം. ഓർക്കുമ്പോ പറഞ്ഞോളാം, മറക്കല്ല്. എന്നപ്പ ഞാൻ അങ്ങോട്ട്. ശരി. രാത്രി എവിടെയെങ്കിലും പോയി തെണ്ടിത്തിരിഞ്ഞ് വരും, എന്നിട്ട് ഡോർ തുറന്നു കൊടുക്കാൻ ഞാനും. എനിക്ക് വേറെ പണിയില്ല. മിസ്കോളാ? ശരി, ഇവനാ? എന്തല്ലയാ? ഡേയ് അബി, പറയടാ. ഇനി മേലെ നീ എന്നെ ഒരു കാര്യത്തിനും വിളിച്ചോളല്ലേ അളിയാ? എന്തുപറ്റി? ഡേയ്, നിന്റെ ഭാര്യ എന്നെ ഇപ്പം അപമാനിച്ചിറക്കി വിട്ടേ. അപമാനിച്ചിറക്കി വിട്ടാ? ആര്? നിന്റെ ഭാര്യ കുറച്ച് മുന്നേ. അതെന്ത് കാര്യം? എന്ത്? അതിവിടെ എന്തായാലും എനിക്ക് സന്തോഷമുണ്ട് കേട്ടോ, നിങ്ങൾ രണ്ടുപേരും പ്രശ്നമൊക്കെ തീർത്ത് ഒന്നിച്ചേ. എന്നാലും നിനക്ക് അവളുടെ അടുത്ത് പറയായിരുന്നു എന്നെ ഇങ്ങനെ അപമാനിച്ചിറക്കി വിടാതിരിക്കേ. എടാ, നീ എന്തോന്നല്ലേ പറഞ്ഞ? ആരൊന്നിച്ചെന്ന്? ആരുടെ പേര് നീ ചുമ്മാ പ്രാന്ത് പറയല്ലേ? നീ ഇങ്ങോട്ട് വന്നേ, സിനിമയ്ക്ക് പോണ്ടേ? ഞാനാ അങ്ങോട്ടാ പോടാന്ന്. എടാ ചുമ്മാ കളിക്കല്ലേ, നീ ഇങ്ങോട്ട് പെട്ടെന്ന് വന്നേ. ഞാൻ ഇവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുക. സിനിമയ്ക്ക് വന്നാൽ മതി, പെട്ടെന്ന് വാ. ഇല്ലളിയാ, ഞാൻ വരൂല. എടാ, നീ വന്നില്ലെങ്കിൽ നീയായിട്ടുള്ള ഫ്രണ്ട്ഷിപ്പ് ഞാൻ കട്ട് ചെയ്യും കേട്ടോ. നീ മര്യാദ വന്നടാ, ബാക്കി കാര്യങ്ങളൊക്കെ ഞാൻ നോക്കിക്കോളാം. നീ വാ. നീ എന്തോന്നറേ, നീ ഇങ്ങനെ പറഞ്ഞാ ഞാൻ ശരി. നീ വാടേ, അവളുടെ കാര്യം ഞാൻ നോക്കിക്കോളാം. നീ വാ. നീ ഏറ്റല്ലേ? ആ, ഞാൻ ഏറ്റ്. നീ വാ. എന്നാ പിന്നെ വരാല്ലേ? ആ, ഇതായിരുന്നു. ഓ ശരി ശരി. എൻ്റെ ഫ്രണ്ട്സിനെ അപമാനിക്കുന്നു. എന്റെ ഫ്രണ്ട്സിനെ ഇവിടുന്ന് അപമാനിച്ചിറക്കട. നീ ആരടി? നിന്റെ ഫ്രണ്ട്ഷിപ്പ് ഒക്കെ പുറത്തു മതി, ഇങ്ങോട്ട് വിളിച്ചു വരുത്തണ്ട. അപ്പൊ നിന്റെ ഫ്രണ്ട്സിനൊക്കെ ഇവിടെ വന്ന് ഇറങ്ങുന്നതോ? അതൊന്നും ഒരു കുഴപ്പമില്ലേ? ഞാൻ ഇവിടെ ഉള്ളപ്പോ ഒരുത്തൻ ഇങ്ങോട്ട് വരണ്ട, അതെനിക്ക് ഇഷ്ടമില്ല. ഞാൻ ഇവിടെ ഉള്ളപ്പോ നിന്റെ ഫ്രണ്ട്സ് ഒക്കെ വരുന്നതോ? അല്ലെങ്കിൽ നിന്റെ ഇഷ്ടമൊക്കെ ആര് നോക്കുന്നടി? നീ നോക്കിക്കോ, എന്റെ എല്ലാ ഫ്രണ്ട്സിനും ഇവിടെ കൊണ്ടുവന്ന് ഇവിടെ താമസിപ്പിച്ച് ഞങ്ങൾ ഇവിടെ അടിഞ്ഞാടൂടി. നീ നിന്റെ അമ്മമാര് വിവരം അറിയുകയും ചെയ്യും. എന്താ ചെയ്യും? അയ്യോ, എന്തൊരു അഭിനയടി! തീരെ ആടവം കൊണ്ട് ഇറങ്ങിക്കോളും. എടി, അഭിനയിക്കാൻ എണീറ്റ് പോടി, പോ. നീ ഈ അഭിനയം വല്ല സിനിമയിലെ സീരിയലാണ് പോയി ചെയ്യും കേട്ടാ. ഡി 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 എണീക്കാൻ. ഡി 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 എണീറ്റേ. എണീക്കാൻ. എടി കളിക്കൽ എണീറ്റേ. എടി എണീക്കാൻ മക്കളെ. ഡി ഡി എണീറ്റേ മക്കളെ.
ഇവിടെ ആരും ഇല്ലേ? ഡി എണീറ്റേ വരുന്ന വഴിയാണ്. വരുന്ന വഴി പോകുന്ന വഴി അവിടെ പിന്നെ പിള്ളേക്ക് എന്താ പറ്റിയെന്ന് പറയാം. ഇല്ല ഇവക്ക് കുഴപ്പമൊന്നുമില്ല ചാൻ. കുഴപ്പമൊന്നും ബോധം കിട്ടണം. ചെറുതായിട്ടൊന്നും ബോധം പോയെന്ന്. ചെറുതായിട്ട് ബോധം കിട്ടും. മക്കളെ വെള്ളം തെളിച്ചാൽ മാറും. പിന്നെ കുറച്ച് വെള്ളം എടുത്തിട്ടോ പോ. മക്കളെ ഡേ പെട്ടെന്ന് വാടാ മക്കളെ. മക്കളെ ഇടാ പെട്ടെന്ന് വാ മക്കളെ. ഡേ താളി ഡേ മക്കളെ. കണ്ട ഞാൻ പറഞ്ഞില്ലേ എന്തോന്ന് പറഞ്ഞില്ല. വെള്ളം നിറച്ചാൽ മാറും, കുഴപ്പമൊന്നുമില്ല. മക്കളെ ഡേ എനിക്കൊന്നും ഓർമ്മ കിട്ടുന്നില്ല. അയ്യോ ഇങ്ങോട്ട് നോക്ക് മോളെ, ഇങ്ങോട്ട് നോക്ക്. അച്ഛൻ മക്കൾ അച്ഛനാണ്. അതല്ല അച്ഛാ, എനിക്ക് എന്ത് പറ്റിയെന്ന് ഓർമ്മ കിട്ടുന്നില്ല. അയ്യോ എന്തടാ അച്ഛൻ ഇവിടെ? നല്ല ചോദ്യം മക്കളെ. നിങ്ങളെ കാണാൻ വേണ്ടി വന്നല്ലേ? നിങ്ങൾ അങ്ങോട്ട് വന്നിട്ട് എത്ര നാളായി? അമ്മയ്ക്ക് എല്ലാവരും സുഖമായിരിക്കും മക്കളെ, നന്നായിരിക്കും. ഇപ്പൊ എങ്ങനെയുണ്ട്? ബോധം വന്നപ്പോ കുഴപ്പമൊന്നുമില്ലല്ലോ. അച്ഛൻ ഞാൻ ചായ. അയ്യോ വേണ്ട മക്കളെ, ഇപ്പൊ ചായ കൊണ്ട് ഒന്നും വേണ്ട. മക്കളെ ഇനി മുമ്പ് ഇങ്ങനെ വന്നിട്ടുണ്ടോടാ? ഇതേപോലെ ബോധമില്ലാതെ ഇങ്ങനെ സംസാരിക്കുമെങ്കിലും ആദ്യമായിട്ടാണ് ബോധമില്ലാതെ കിടക്കുന്നത്. അതെന്താ നന്നായി മക്കളെ, നീ ഇവിടെ ഇല്ലായിരുന്നെങ്കിലുള്ള അവസ്ഥ. അതെ മക്കളെ ഞാൻ പോയി നോക്കാം. അല്ല വേണ്ട, ഞാൻ നോക്കാം. അവിടെ ഇരുന്നു, കുഴപ്പമില്ല. മക്കളെ ക്ഷീണമുണ്ടോ? നീ വന്നാ ഇയാളെ മൊത്തം പ്രശ്നമായി. എന്ത് പറ്റി? നിന്റെ കാര്യം പറഞ്ഞിട്ട് ഞങ്ങൾ എൻ്റെ കൂടെ ചെറുതായിട്ടൊന്ന് ഉടക്കി. എന്നിട്ട് ഉടക്കിൻ്റെ അവസാനം ഞാൻ അവളെ ഒന്ന് അടിക്കാൻ വേണ്ടി ചെന്നടേ. ചെന്ന സമയത്ത് ഇവിടെ തല ഇറങ്ങി വീണു. അയ്യോ എന്നിട്ടിപ്പോൾ എന്തായി? അപ്പം തന്നെ അവളെ തന്തപ്പടിയും വന്ന് കയറി ആകെ മൊത്തം ചടവായി. ഇതാണല്ലോ ആ പറയണ ഇടിവെട്ടും പാമ്പൊടിയും ഒരുമിച്ച് വന്നു. എന്തായാലും നിങ്ങളെല്ലാം കൂടെ അങ്ങ് നടക്കട്ടെ, ഞാൻ പോട്ടെ, പിന്നെ വരാം. നീ എവിടെ പോണ്? എന്തിനാ അവിടെ നില്ലടാ, അതിന് സൊല്യൂഷൻ കണ്ടുപിടിച്ചിട്ട് തോന്നി. സൊല്യൂഷനാ? എന്തിന്? ഇടേ നിന്റെ പേരിലല്ലേ ഇവിടെ ഇത്ര സീൻ ഉണ്ടായത്. ആ സീൻ കംപ്ലീറ്റ് ആക്കിയിട്ട് ഇയാൾ പോയാൽ മതി കേട്ടാ. ഞാൻ എന്തുണ്ടാക്കാൻ? എന്തുണ്ടാകാന്ന് ചോദിച്ചാൽ നീയേ നീ ഒരു ഡോക്ടറാണ്. ഡോക്ടറാ? ഞാനാ? ഓ. ഒന്ന് പോടെ. പറയണ കേക്ക്. എന്തോന്ന്? അവള് തല ഇറങ്ങി വീണപ്പം അവൾ അച്ഛൻ പറഞ്ഞ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാൻ. എന്നാ അങ്ങ് എടുത്തോണ്ട് പോ. എടാ വരമണ്ട, നീ കാര്യം പറ. എടാ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയാ അവള് തല ഇറങ്ങി വീണത് ആക്ടിങ് ആണെന്ന് കണ്ടുപിടിക്കൂലേ? ഓ അപ്പം മൊത്തം പൊളിയൂലേ? ഓ അങ്ങ് സോറി അളിയാ. ആ അപ്പം ഇന്നത്തേക്ക് നീ ഒരു ഡോക്ടറാണ്. ഡേ എന്നെ കണ്ട അതിന്റെ ലുക്ക് വല്ലതും ഉണ്ടാ? എടാ നിന്നെ പോലെ ഡോക്ടർമാരുണ്ടേ. നീ കണ്ടിട്ടില്ല ഇപ്പോഴുള്ള ഡോക്ടർമാരൊക്കെ ഭയങ്കര ലുക്കാണ്. ഇങ്ങോട്ട് വന്നേ മക്കളെ. എടാ നീ ഇങ്ങനെ സംസാരിച്ചോണ്ടാ മതിയാ? അവളെ ഞാൻ ഹോസ്പിറ്റലിൽ കൊണ്ടുപോണ്ടേ? അച്ഛാ ഹോസ്പിറ്റലിൽ കൊണ്ടുപോണ്ട, ഇത് നമ്മുടെ ഫാമിലി ഡോക്ടറാ. പുള്ളിയാണ് മഹിയെ സ്ഥിരം നോക്കുന്നത്. ആണോ? നമസ്കാരം ഡോക്ടർ. നമസ്കാരം. എൻ്റെ പേര് മനോഹരൻ എന്നാണ്. അവളെ അച്ഛനാണ്. അപ്പം ഡോക്ടർ ഏത് ഹോസ്പിറ്റലാണ്? ഞാൻ ഒട്ടുമിക്ക എല്ലാ ഹോസ്പിറ്റലിലും വർക്ക് ചെയ്യാറുണ്ട്. അങ്ങനെ സ്ഥിരമായിട്ടില്ല, എല്ലാ ഹോസ്പിറ്റലിലും വർക്ക് ചെയ്യും. ഭയങ്കര കൈപുണ്യാണ്, ഭയങ്കര. ആണോ? ഏത് മെയിൻ ഏതാണ്? എല്ലല്ല എല്ലാം അല്ല ജനറൽ ആയിട്ട്. ജനറൽ ഫിസിഷ്യൻ. അപ്പം അതൊന്ന് അതിനെന്താ നോക്കിയേക്കാം. മക്കളെ എടി മക്കളെ ഡോക്ടർ ഡോക്ടർ വന്നിട്ടുണ്ട്. ഇത് അബിയുടെ ഫ്രണ്ട് അല്ലേ? അയ്യോ മക്കളെ, ഇതാണ് നിന്നെ നോക്കുന്ന ഡോക്ടർ. ഡോക്ടറെ ഇതാണ് കുഴപ്പം. പെട്ടെന്ന് ബോധം വരും, അതുപോലെ പെട്ടെന്ന് പോവുകയും ചെയ്യും. ഡോക്ടർ എന്തെങ്കിലും ഒന്ന് ചെയ്യണേ. അച്ഛാ അങ്ങനെയൊന്നും എനിക്കൊരു കുഴപ്പമൊന്നുമില്ല. അയ്യോ എൻ്റെ മക്കൾക്ക് ഒരു കുഴപ്പമില്ല, അച്ഛന് മനസ്സിലായി. എനിക്ക് മനസ്സിലായി. ഇങ്ങോട്ട് നോക്ക്. ഇത് അച്ഛൻ, മോളെ അച്ഛൻ. അത് മോളെ ഹസ്ബൻഡ്. ഇത് മോളെ നോക്കുന്ന ഡോക്ടർ. മനസ്സിലായ? മനസ്സിലായ? ഇപ്പൊ ഓക്കെ ആണല്ലോ ഡോക്ടറെ? ഇപ്പൊ ഓക്കെ. ഇപ്പൊ ഡോക്ടർ കാര്യം ചെയ്യണം, എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ ബോധം പോണതിന് മുമ്പ് ചോദിച്ചോളണം. അല്ല ഡോക്ടർ മറ്റേ കുഴലൊന്നും കൊണ്ടുവന്നില്ല പരിശോധിക്കുന്നത്? എനിക്കതൊന്നും ഇഷ്ടമല്ല കേട്ടോ. ഞാൻ ഈ മെഷീനൊക്കെ വെച്ച് ചികിത്സിക്കുന്ന ആളല്ല. എനിക്ക് ആ രോഗിയെ കണ്ടാൽ തന്നെ മനസ്സിലാവും എന്താ കുഴപ്പമൊന്നും. ആണോ? അതൊരു ഭയങ്കര കഴിവാണല്ലോ. അപ്പൊ ഞാൻ നോക്കാം. ഇത് സംഭവം പേടിക്കാനൊന്നുമില്ല. ഇത് ഈ സ്ട്രെസ് കാരണം ഉണ്ടാകുന്ന ഒരു ബോധക്ഷയമാണ്. കൊച്ചാണ്, അത്ര പ്രായമൊന്നും ആയിട്ടില്ല. അവർക്ക് ക്ഷയം വരേണ്ട സമയമൊന്നും ആയില്ല. മക്കളെ ഇതെന്തോണ്ടാകും? ഇത് ആശയമല്ല, ഇത് ബോധക്ഷയം അഥവാ ബോധം കെടൽ സംഭവം. ഈ ഓവർലോഡ് ഒക്കെ ഉണ്ടല്ലോ വർക്കിന്റെ,
അത് കാരണം ഉണ്ടാകുന്നത്. അതൊക്കെ ഒന്ന് കുറച്ചാൽ മതി, പ്രശ്നമില്ല. എന്റെ പൊന്നു ഡോക്ടറെ, ഡോക്ടർ എന്തോന്ന് പറയണത്? ഇവൾ അവിടെ പോയി തലച്ചമട എടുക്കുകയല്ലേ ചെയ്യണത്, അവിടെ കമ്പ്യൂട്ടറിന് മുമ്പ് ഇരിക്കുകയാണ് ചെയ്യണത്. അതാ അതുകൊണ്ട് ടെൻഷനൊക്കെ ഉണ്ടാവേ, അതാണ് ഡോക്ടർ ഉദ്ദേശിച്ചത്. അങ്ങനെ അപ്പൊ അതിനൊരു പരിഹാരമില്ലേ? മാക്സിമം റെസ്റ്റ് എടുക്കണം. അപ്പൊ ഈ റെസ്റ്റ് എടുക്കുന്ന വെച്ചാൽ നാക്കും കൂടെ ആ റെസ്റ്റിലുള്ളതാണ്. അല്ല അത് ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഒരുപാട് പറഞ്ഞിട്ടുണ്ട്. കൊച്ചിലെ അങ്ങനെ ഭയങ്കര വായാടാണ്. അത് മനസ്സിലായി. അത് പറഞ്ഞ കേൾക്കൊന്നും അറിയില്ല. ബാക്കിയൊക്കെ അവള് റെസ്റ്റ് ഒക്കെ എടുത്തോളൂ. നാക്കിനും കൂടെ അങ്ങ് റെസ്റ്റ് കൊടുക്കണം. കുറച്ച് ദിവസത്തേക്ക് മക്കൾ അധികം ഒന്ന് സംസാരിക്കണം കേട്ടോ. മക്കളെ അടുത്ത് പോയി കിടക്കാം. എൻ്റെ പൊന്നളിയ അഭിനയിച്ച് മടുത്ത്. ഇതിനേക്കാൾ ഞാൻ ഒറ്റയ്ക്ക് വല്ല ആ പടത്തിന് പോയാൽ മതിയായിരുന്നു. കഷ്ടം. വന്നു കാണിച്ചു. ഓ, അവരെ സ്ഥിരം നോക്കുന്ന ഡോക്ടർ തന്നെ. ഓ, വേറെ കുഴപ്പമൊന്നുമില്ല, ഒരുപാട് ജോലി ചെയ്യണോണ്ടാണെന്ന് പറഞ്ഞു. റെസ്റ്റ് എടുക്കാൻ പറഞ്ഞിരിക്കുന്നു. ഓ, പിള്ളേർ കിടക്കണം. അയ്യോ, എനിക്ക് പോയില്ല ഏട്ടാ ബുദ്ധി. ആണായിരിക്കോ? നീ ചോര്, ഞാൻ ചോദിക്കും, ഞാൻ കൊടുക്കാം. മക്കളെ അമ്മ ഫോൺ. അമ്മയാ? പറ അമ്മ. അമ്മ അത് പെട്ടെന്ന് തലകറക്കാൻ വന്നത്. ഛർദിലൊന്നുമില്ല, ഇപ്പൊ കുഴപ്പമൊന്നുമില്ല. എനിക്ക് പോയണമ്മ. അതൊന്നും അല്ല എനിക്ക് അറിഞ്ഞൂടെ. അല്ല, ഓ ചെക്കപ്പ് ഒന്നും വേണ്ട അമ്മ, വേണ്ട. ഒന്ന് മിണ്ടാതിരുന്നാണ്. ഞാൻ അച്ഛൻ്റെ കൈ കൊടുക്കാം. എന്നാച്ചാ ഹലോ, ഇല്ല അത് ഞാൻ ചോദിച്ചോളാം. ഓക്കെ, ചോദിക്കാം. ചിലപ്പോൾ ഡോക്ടറോട് ചോദിക്കുന്നത് നാണൊക്കെ ഞാൻ ചോദിക്കാം. ശരി എന്നാ. ഓ ശരി, വിളിക്കാം. അച്ഛൻ ചുമ്മാ ഇരുന്നാണ്. ഇതൊന്നും അല്ല. അച്ഛൻ പോയി ഡോക്ടറിന് ചോദിക്കാനും പോകരുത്. പിന്നെ ഇതൊന്നും അല്ലെന്ന്. എന്തോ നോക്കി നാണക്കേടത്തിനടി. എന്റെ പൊന്നു മക്കളെ, നീ നാണിക്കാതെ. ഇതൊക്കെ കാലാകാലം നടക്കുന്ന കാര്യങ്ങൾ തന്നെയാണ്. അതൊന്നും അല്ല. യാതൊന്നുമല്ല, അത് നീയാണ് തീരുമാനിക്കട്ടെ. അത് നീയാണ്, ഡോക്ടറാണ് തീരുമാനിക്കുന്നത്. എടി, നീ ഇങ്ങനെയാണല്ലോ കല്യാണം കഴിഞ്ഞ് കഴിഞ്ഞാൽ എല്ലാ പിള്ളേരും ഇങ്ങനെ തന്നെയാണ്. നാണിക്കാതെ. ഞാൻ ചോദിച്ച് നല്ല ഇതായിട്ട് പറ. എല്ലാവർക്കും അങ്ങനെ ആയിരിക്കും. ഇത് എനിക്കിങ്ങനെ അങ്ങനെയൊന്നുമല്ല. എടി, എല്ലാവരും ഇങ്ങനെയൊക്കെ തന്നെ. നീ ഒരു കാര്യം ചെയ്യും. എല്ലാവർക്കും ഉള്ളത് പോലെ അല്ല. ശരി അല്ല എന്നാലും അച്ഛൻ ചോദിക്കണം. എന്താ കുഴപ്പം നോക്കട്ടെ. എടി, അച്ഛന് ആഗ്രഹം കാണുന്ന ഒരു കുഞ്ഞിക്കാലെ കാണുന്നു. നീ ഇങ്ങനെ ചുമ്മാ കിടന്ന് വാശി പിടിക്കാതെ അച്ഛൻ ചോദിച്ചിട്ട് വരാം. അച്ഛൻ എന്തോന്നാ എന്റെ പൊന്നു മക്കളെ, നീ ഒരു കാര്യം, അച്ഛന് അവകാശം ഉണ്ടടി അതൊക്കെ ചോദിക്കാണ്ട് കേട്ടാ. അച്ഛൻ ചോദിച്ചിട്ട് വരാം. നീ കിടന്ന് റെസ്റ്റ് എടുക്കും. വേറെ ഒന്ന് തല വേറെ ഒന്നിനെ കുറിച്ച് നീ ചിന്തിക്കാതെ നീ റെസ്റ്റ് എടുക്കും കേട്ടാ. ശരി. ഡോക്ടറിന് എന്തെങ്കിലും എൻ്റെ അടുത്ത് പറയാനുണ്ടോ? എന്തെങ്കിലും ഞാൻ ഒരു കാര്യം ചോദിക്കട്ടോ. സത്യത്തിൽ ഇവിടുത്തെ പ്രശ്നം എന്താണ്? അങ്ങനെ ഒളിച്ചൊന്നും വെക്കണ്ട. എനിക്ക് ഏതാണ്ട് ഒരു യൂഹമൊക്കെ ഉണ്ട്. എന്നാലും ഡോക്ടർ വായി തന്നെ എനിക്കറിയാം. ഡോക്ടർ പറ, എന്തുണ്ടെങ്കിലും പറ, പേടിക്കാതെ പറ. എന്താണ് പ്രശ്നം? അത് പിന്നെ പെട്ടെന്ന് അഭിയൊന്ന് നിർബന്ധിച്ചപ്പോ ചായ കുടിക്കാം. വേറൊരു കാര്യം സംസാരിച്ചോളൂ. നീ പറ ഡോക്ടർ. ചായ തണുത്തു. എന്റെ പൊന്നു മക്കളെ, ചായ തണുത്താലും കുടിക്കാം. നീ നിൽക്കേ. വേറൊരു കാര്യം, അത്രയും സീരിയസ് ആയ കാര്യം പറഞ്ഞോണ്ടിരിക്കാണ്. പറ. അല്ല, ചായ തണുത്ത അല്ല, ചായയുടെ കാര്യം അവിടെ നിൽക്കിട്ട് ഡോക്ടർ. അതാണ് വലിയ കാര്യം. എൻ്റെ മോള് കാര്യം പറ. എൻ്റെ മോളെ കാര്യം പറ. മോളെ? എൻ്റെ മോള് ഗർഭിണിയാണോ? ഞാൻ മുത്തശ്ശനാവാൻ പോവുകയാണോ? അത് പറ. ഗർഭിണിയാ? എന്നോടാരും പറഞ്ഞില്ലല്ലോ. അബി, ഇത് കേസ് കയ്യിൽ നിന്ന് പോകും. കേസാ? ഏത് കേസ്? അതെച്ചാ ഈ ഡോക്ടർമാരെ ഈ പേഷ്യൻസിനെയൊക്കെ പറയുന്നത് ഒരു കേസ് എന്നാണ്. കേസ് ഹാൻഡിൽ ചെയ്യാൻ ഡോക്ടേഴ്സ് ഈ പേഷ്യൻസിനെ ചില സമയം കേസ് അങ്ങനെയൊക്കെയാണ് നമ്മൾ പറയാറുള്ളത്. അത് ഓക്കെ, അത് മനസ്സിലായി എനിക്ക്. അത് ഓക്കെ. അത് ഇത് പറയാം ഡോക്ടറെ. ഉണ്ടോ ഞാൻ ഉടനെ മുത്തച്ഛനാവൂ? അല്ല, ഇത് അതിന്റെ തല ഇറക്കൊന്നും അല്ല. ഇത് ജസ്റ്റ് ഒരു തല ഇറക്കാം. അതിനൊക്കെ ഇനി സമയം കിടക്കയില്ലേ? അവരൊക്കെ യൂത്ത് കപ്പിൾസ് അല്ലേ? എന്തോന്ന് ഡോക്ടറെ യൂത്ത് കപ്പിൾസ് പറഞ്ഞാൽ 6 മാസം ആയില്ലേ കല്യാണം കഴിഞ്ഞിട്ട്? അതിൻ്റെയൊക്കെ ഒരു സമയം ആയില്ലേ? ഇല്ല, അതൊക്കെ നടക്കേണ്ട സമയം അങ്ങ് നടക്കും തന്നെ മക്കളെ. അച്ഛന് ആഗ്രഹം കാണില്ല മക്കളെ, ഒരു കുഞ്ഞിക്കാല് കാണുന്നത് കൊഞ്ചിക്കണമെന്നൊക്കെ. ശരിയല്ലേ? അപ്പം അതില്ല, വെറുതെ സന്തോഷിച്ചു.
മക്കളെ ഞാൻ ഒരു കാര്യം ചെയ്യാം, അവളെ വിളിച്ച് പറയട്ടെ. ഇല്ലാന്നുണ്ടെങ്കിൽ ഉള്ള ക്ഷേത്രങ്ങളിലെല്ലാം നേർച്ച അമ്മ പോയിരിക്കണം. പോവണ അല്ല പോവും പറഞ്ഞില്ലെങ്കിൽ പിന്നെ അതിന്റെ ബാക്കിൽ നിന്ന് ഞാൻ നടക്കണം. ശരി ഡോക്ടർ, ഞാൻ വിചാരിച്ചു. ശരി, കാണാം. ശരി മക്കളെ, ശരി. എന്റെ അമ്മോ, ഇതിപ്പോ എല്ലാം കൊണ്ട് ഞാൻ ചളവാക്കി അളിയോ. ഒന്നല്ല ഞാൻ പന്നി, അതുകൊണ്ടല്ലേ ഞാൻ പെട്ടെന്ന് ഇടപെട്ടത്. നീ ഇത് ഒറ്റയ്ക്ക് മൊത്തം ചളവാക്കെന്ന് എനിക്ക് അറിയാമായിരുന്നു. ഡേ കാര്യം കഴിയുമ്പോൾ ഒരുമാതിരി തള്ളി പറയില്ല കേട്ടാ. എത്ര വലിയ നടനാണെങ്കിലും ചില സമയം ചില പ്രശ്നങ്ങളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വരും. എന്തായാലും നിന്നെ ഞാനൊരു ഗർഭഗ്യാസിൽ നിന്നാണ് രക്ഷപ്പെടുത്തിയത്, അത് നീ മറക്കല്ലേ കേട്ടാ. ഇത് നീ എന്ന് രക്ഷപ്പെടുമെന്ന് തോന്നി. അത് ഞാൻ ഇവിടെ നിന്നേ രക്ഷപ്പെടട്ട്. നമിച്ച് ചായ കുടിച്ചിട്ട് ചായ നീ എടുത്ത് കുടി, ഞാൻ പോണ്. വലിയ മതി. എന്തോന്ന് വിട്ടൂടാ അങ്ങോട്ട്. വളരെ കഴിക്കട്ടെ. മതി മതി, ചോറ് കുറച്ച്. എന്തോന്ന്, സാമ്പാറാണോ രസം വേണോ? രസം. മക്കളെ മതി മതി. മക്കളെ കഴിക്കില്ലേ? വേണ്ട അച്ഛാ. ഓ, എനിക്ക് മനസ്സിലായി. ഭർത്താവ് കഴിച്ചിട്ട് ആ പ്ലേറ്റ് കഴിക്കാൻ വേണ്ടി ഇരിക്കല്ലേ. നല്ലത് നല്ലത്, അങ്ങനെ തന്നെ വേണം. പിന്നെ രാത്രിയിൽ ഈ ചോറങ്ങ് ഒഴിവാക്കണം കേട്ടോ. ചപ്പാത്തിയോ പുട്ടോ അങ്ങനെ ഞാൻ പറഞ്ഞു, പക്ഷെ അവള് ഉണ്ടാക്കി തരൂല്ല. ആണോ? അല്ല, മുന്നേ ഉണ്ടാക്കി കൊടുത്തപ്പോ കഴിച്ചില്ല അച്ഛാ. പിന്നെ ഞാൻ പിന്നെ അതിന് ഒരിക്കൽ ഉണ്ടാക്കി കൊടുത്ത് കഴിച്ചില്ലാന്ന് പറഞ്ഞിട്ട് എപ്പോഴെപ്പോഴും ചെയ്യാം. ചേട്ടാ, സംഭവം കൊള്ളാം, നന്നായിട്ട് വെച്ചിട്ടുണ്ട്. ഇതൊക്കെ അത്രയും നന്നായിട്ട് വെക്കുന്ന പഠിച്ചല്ലേ പറ്റുള്ളൂ. അതന്നെ മക്കളെ, അവിടെ ഒന്നും ചെയ്യില്ല വീട്ടില്, ഒരു വക ചെയ്യില്ല, എല്ലാം അമ്മയാണ് ചെയ്യുന്നത്. നന്നായിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ മകളെ. മക്കളെ, നീ എന്താ ഒന്നും ഉണ്ടായിരിക്കണേ? എന്തൊന്നും ഉണ്ടായിരിക്കണേ? ഇല്ല സംസാരിച്ചോ, കേൾക്കുന്നുണ്ടല്ലോ. ഇല്ല, പണ്ടേ വെള്ളം പണ്ട് എവളെ നിന്നെ ഇഷ്ടമാണെന്ന് പറഞ്ഞപ്പോഴേ ആ വീട്ടിൽ ഏറ്റവും കൂടുതൽ എതിർത്തത് ഞാനാണ്. ഇപ്പം നോക്കി നോക്ക്, നിന്റെ കൂടെ ഇരുന്ന് ഊണ് കഴിക്കുന്നു. അതാണ് മക്കളെ കാലം. സങ്കടപ്പെടുത്തിയതിനൊക്കെ ഞാനിപ്പോൾ അനുഭവിച്ചോണ്ടിരിക്കുന്നു. അല്ല, അന്നത്തെ അച്ഛൻ്റെ സങ്കടമില്ലേ? അതൊക്കെ വിടും മക്കളെ, അതൊക്കെ കഴിഞ്ഞ കാര്യമല്ലേ. എന്തായാലും എനിക്ക് സന്തോഷമായി മക്കളെ. ഇത്രയും നല്ലൊരു പയ്യനാണല്ലോ ഇവള് കണ്ടുപിടിച്ചത്, എൻ്റെ മരുമാനായിട്ട്. സന്തോഷമായി സന്തോഷമായി. എന്തോ തള്ളു അച്ഛാ, ഇത് ഒരു പഴത്തിലൊക്കെ തള്ളു. എന്തോന്ന് മക്കളെ, അവൻ നല്ല സ്വഭാവമല്ലേ? പിന്നെ നല്ല സ്വഭാവം. അതുകൊണ്ടല്ലേ പറഞ്ഞ തള്ളിയെന്നല്ല. കഴി മക്കളെ, കഴിക്കും മക്കളെ. വിളമ്പി കൊടുക്കാൻ അങ്ങോട്ട് നോക്കിക്കൊണ്ട് നിൽക്കാതെ. അച്ഛനെ മതിയോ? അച്ഛന് മതി, വിളമ്പി കൊടുക്കാം. മീനും വേണ്ട, അതുപോലെ ജോലിയോട് നിന്നോട്ട് ചെയ്യിപ്പിക്കില്ല. അങ്ങനെയൊന്നും പാടില്ല കേട്ടാ. എല്ലാ ജോലിയും അവളോട്ട് ചെയ്യിപ്പിക്കണം. ചെയ്യിപ്പിക്കും ഞാൻ. ചോറ് മതിയാ? മതി 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 മക്കളെ. നന്നായിരുന്നു, നല്ല നല്ല കൊട്ട നന്നായിരുന്നു. എന്നാ അച്ഛൻ പോയി കൈ കഴുകിട്ട് പോയി കിടന്നു. ശരി, ക്ഷീണം കാണില്ല. അപ്പൊ പിന്നെ ഉറങ്ങാനൊന്നും പോകണില്ല, കുറച്ച് കഴിഞ്ഞ് ഉറങ്ങാൻ. നിങ്ങൾ നേരത്തെ കിടന്നോ? നിങ്ങൾ കിടന്നോ? എന്റെ റൂം ഏതാ മക്കളെ? കുരിശു പോലെ ഇങ്ങോട്ടും ഇങ്ങോട്ടും. അല്ല അച്ഛാ, ഇത് നമ്മുടെ റൂമല്ലേ, അപ്പൊ അച്ഛൻ കിടന്നാൽ മതി. ശരി മക്കളെ, കഴി. ശരി. പിന്നെ അച്ഛൻ എന്റെ റൂമിൽ കൊണ്ടിടുന്നേ? പിന്നെ ഇവിടുത്തെ കിടക്കും. ഞാൻ രാവിലെ കിടക്കുന്ന അച്ഛൻ കണ്ടതല്ലേ, നമ്മുടെ റൂമിൽ അച്ഛൻ വിചാരിക്കുള്ളൂ. ഓ, പിന്നെ മക്കളെ, എന്തോ രാത്രി കുടിക്കാൻ അച്ഛന് കുറച്ച് വെള്ളം. ഞാനിപ്പം എവിടെ പോയി കിടക്കും? തൽക്കാലം എന്റെ മുറി കിടക്കണം, അതല്ലേ പറ്റുള്ളൂ. വേണേ കിടന്നാൽ മതി. അതിനോട്ട് ആ മുറ്റത്ത് പോയി കിടന്നോ നമുക്ക്. ഓരോ വലിയ വീട് വന്ന് തീർക്കും. എന്നാ ഇതുകൂടെ കൊണ്ടുപോകും. ഓ, കൊണ്ടുപോവാ. നീ അങ്ങോട്ട് കിടന്നോ, ഞാൻ ഇവിടെ കിടന്നോളാം. എന്താ? രാത്രി അത്താഴം കഴിഞ്ഞ് കഴിഞ്ഞാൽ കുറച്ച് ദൂരം നടക്കണം. ഇവിടുന്ന് നേരെ പോയി കഴിഞ്ഞാൽ ഹൈവേ എത്തും. അവിടെ നടക്കാൻ നല്ല സ്ഥലമുണ്ട്. അപ്പോൾ കഴിക്കുമോ? കഴിക്കും, 3 നേരം കഴിക്കാറുണ്ട്. പക്ഷെ ഞാൻ അവളുടെ അത്ര കഴിക്കാറൊന്നുമില്ല. അവൾ ഭയങ്കര തീറ്റ. അയ്യോ, എൻ്റെ മക്കളെ ഫുഡ് അടിക്കുന്ന കാര്യമില്ല ഞാൻ ചോദിച്ചത്. പിന്നെ മദ്യം കഴിക്കുമെന്നാണ് ചോദിച്ചത്.
എന്തു മക്കളെ തളന്നാ? ഓ നടന്നത് മതിയാ? എന്നൊരു കാര്യം ചെയ്യും. ഇങ്ങോട്ട് നോക്ക് ഇതുപോലെ